പോസിറ്റീവ് ആണെന്ന് നീ പറയുന്നു. എന്നൊക്കെ വിളിക്കുന്നതും ഈ കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ചാവാം. ഞാൻ ഫോൺ വിളിച്ചാൽ നീ എടുക്കത്തില്ല എന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത്. എത്രയും വേഗം എനിക്ക് നിന്നെ കാണണം, കണ്ടേ പറ്റൂ. ഇല്ലെങ്കിൽ നീ നിന്റെ ഭർത്താവിൻ്റെയും മകൻ്റെയും മുമ്പിൽ ഒറ്റപ്പെടുന്നത് ഞാൻ കാണിച്ചു തരാം. നീ എന്തിനു വേണ്ടിയാണ് എന്നെയും പ്രസീതയും മാനസമോളെയും നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയെന്നുള്ള സത്യം ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാ വിവരങ്ങളും, നീ മാനസമോളോട് പറഞ്ഞ കോൾ റെക്കോർഡും നീ എന്നോട് ഫോണിൽ പറഞ്ഞതും എല്ലാം എൻ്റെ കൈവശം തന്നെ ഉണ്ട്. ആ ക്ലിപ്പൊക്കെ സൂര്യയും നിന്റെ ഭർത്താവും ഭാവനയും കേട്ടാലുള്ള അവസ്ഥ എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. പിന്നെ നിനക്ക് ആത്മഹത്യ മാത്രമായിരിക്കും പരിഹാരം. അങ്ങനെ നീ ചെയ്താലും എന്നും മറ്റുള്ളവരുടെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം വളരെ മോശപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് ഇത്രയും നാൾ നീ കാത്തു സൂക്ഷിച്ച നിന്റെ ഇമേജ് നഷ്ടപ്പെടുത്തണോ അതോ വേണ്ടയോ എന്ന് നീ തന്നെ ആലോചിക്കും. എന്നിട്ട് എന്നെ വിളിക്കും. 1 മണിക്കൂർ നിനക്ക് ഞാൻ സമയം തരും. അതിനുള്ളിൽ നീ ഇതിന് വ്യക്തമായ മറുപടി എനിക്ക് തന്നില്ലെങ്കിൽ ആദ്യം ഞാൻ ഈ വോയിസ് ക്ലിപ്പ് അയക്കുന്നത് സൂര്യക്കായിരിക്കും, ബാക്കി പിന്നീട്. വേറെ ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് അവസാനം ഞാൻ ഈ വഴി തിരഞ്ഞെടുത്തത്. ഇനി എന്താ വേണ്ടതെന്ന് നീ തന്നെ തീരുമാനിക്കുക. ഞങ്ങൾക്ക് ഇനി തിരിഞ്ഞും പിരിഞ്ഞും നോക്കാനൊന്നുമില്ല. അപ്പൊ പറഞ്ഞ പോലെ ഈശ്വരാ, കൊള്ളാം. അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ടല്ലേ? എനിക്കിപ്പോ തന്നെ ഏട്ടനെ കാണണം. ആഹാ, നല്ല കാര്യം. കാണാം. ഞാൻ എവിടെ വരണം? ഓക്കെ. ഹലോ ഹലോ. എന്റെ ഈശ്വര, എന്താ അമ്മ ഇത്? വന്ന നേരം മുതല് ഭാവന ഒരിടത്തും അമ്മ ഒരിടത്തും ഇങ്ങനെ ഇരുന്നാലെങ്ങനാ? ഞാൻ പിന്നെ എന്താ അമ്മയെ വേണ്ടത്? വരുന്ന വഴി
കാറിലിരുന്ന് അവള് പറഞ്ഞ കാര്യം എന്താന്നുള്ളത് നീയും കേട്ടതല്ലേ? അവക്കിടയ്ക്കിടയ്ക്ക് സൂര്യയുടെ വീട്ടിലും പോയി നിൽക്കണമെന്ന്. ഞാൻ അപ്പോഴൊന്നും പറയാത്ത അമ്മ. അവക്ക് ഈ അനുഭവിച്ചൊന്നും മതിയായി കാണത്തില്ലായിരിക്കും. ഇനി ഞാൻ അവളെ അനുഭവിക്കാൻ വിട്ടിട്ട് വേണ്ടേ? മനുഷ്യനോട് വിളിക്കാത്ത ദൈവങ്ങളില്ല. അവസാനം ദൈവം അവളെ വീണ്ടും അനുഗ്രഹിച്ചപ്പോ ഞാൻ കണ്ടില്ല എന്ന് വെക്കണോ? അമ്മ വിഷമിക്കാതമ്മേ, നമുക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കിയാ പോരെ? ആര് പറഞ്ഞാലും അവൾക്ക് അവളുടേതായ ഒരു തീരുമാനം ഉണ്ടല്ലോ മായേ. അതാണ് അവൾ മാറ്റേണ്ടത്. പക്ഷെ ഇക്കാര്യത്തിൽ എന്റെ തീരുമാനമേ നടക്കൂ. പിണങ്ങാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? അപ്പൊ നീ കാറിലിരുന്ന് പറഞ്ഞെന്തുവാ? ഇടയ്ക്കിടയ്ക്ക് അവിടെയും പോയി നിൽക്കണമെന്നല്ലേ? അത് പിന്നെ പോവാതിരിക്കാൻ പറ്റുമേ? സൂര്യൻ ഞാൻ നോക്കണ്ടേ? സൂര്യൻ നോക്കണ്ടെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇനി നീ അവിടെ പോയി നിൽക്കുന്നത് അപകടം തന്നെയാ. ചതി ഏതു ഭാഗത്തൂടി വേണമെങ്കിലും വരാം. അങ്ങനെയൊക്കെ പേടിച്ചാ ജീവിക്കാൻ പറ്റുമേ? പേടിക്കേണ്ടതിനെ പേടിക്കണം ഭാവന. ഒന്നുമില്ലെങ്കിലും ചിലതൊക്കെ നീയും അനുഭവിച്ചതല്ലേ? ആജയനും പ്രസീതയും പുറത്തു നിന്നാൽ സ്വന്തം മകൾക്ക് വേണ്ടി അവരെന്തു വേണമെങ്കിലും ചെയ്യും. വേണ്ടി വന്നാൽ ഇനി അവർ നിന്നെ കൊല്ലാനും മടിക്കത്തില്ല. നീ ഇനി എന്തെല്ലാം പറഞ്ഞാലും ശരി, നിന്നെ ഇനി അങ്ങോട്ടേക്ക് വിട്ടുകൊടുക്കത്തില്ല. ഈ വീടിന്റെ ഐശ്വര്യമായിരുന്നു നീ. നീ എന്തുമാത്രം ത്യാഗങ്ങളാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവണം. അതിനുവേണ്ടിയാ ദൈവം വീണ്ടും നിനക്കൊരു കുഞ്ഞിനെ തന്നേക്കുന്നത്. നിന്നോട് ജയ കാണിച്ചിട്ടുള്ളതെല്ലാം നീ മറന്നാലും ഞാൻ മറക്കത്തില്ല. അതുകൊണ്ട് ഇനി ഈ അമ്മ തീരുമാനിക്കും, നീ അനുസരിക്കും. സൂര്യക്ക് വേണ്ടിയാ നീ എല്ലാം സഹിക്കുന്നതും ക്ഷമിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഭാവന. പക്ഷേ ഇവിടെ നീ അമ്മ പറയുന്ന പോലെ നിന്നാ നിനക്ക് തന്നെ കൊള്ളാം. കൈവിട്ടു പോകുന്ന കരുതിയ ഭാഗ്യവാ ദൈവം നിനക്ക് തിരികെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നീ ജീവിക്കാൻ നോക്ക്. അവസാനം ആ വീട്ടിൽ വെച്ച് നിന്റെ കുഞ്ഞിനെ നശിപ്പിച്ചപ്പോഴും അവരോട് ക്ഷമിച്ചവളാ നീ. ഇനി അങ്ങനെ ഒരു ചതി ചെയ്യാന്ന് അവിടെ ആരും മോഹിക്കണ്ട. അപ്പോ സൂര്യൻ ഞാൻ പിണക്കണമെന്നാണോ അമ്മ പറയുന്നത്? സൂര്യ എന്തിനു നിന്നോട് പിണങ്ങണം? സൂര്യ തന്നെയാണല്ലോ നിന്നെ എന്നോടൊപ്പം പറഞ്ഞു വിട്ടത് അല്ലേ? നിന്റെ പ്രസവം കഴിയുന്നതുവരെ നീ ഇവിടെ കഴിഞ്ഞാ മതി. സൂര്യക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ. ജയെ പോലെ ഒരു അമ്മായി അമ്മയെ ഇനിയും നീ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് മറ്റാരും ഒരു വിഷയമല്ല അമ്മേ. പക്ഷെ സൂര്യ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല. സൂര്യയെ നഷ്ടപ്പെടുത്താൻ ഞാൻ പറഞ്ഞില്ലല്ലോ.